കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതപ്പെടുന്ന ഒരു സന്ധിയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി കേരളം കണ്ടു ശീലിച്ച ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ BJP എന്ന മഹാപ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ആഴത്തിൽ വേരോടി കഴിഞ്ഞിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ ലോകമെമ്പാടും നാം കണ്ടത് BJPയുടെയും NDAയുടെയും അമ്പരിപ്പിക്കുന്ന കരുത്താണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രചാരണമല്ല, മറിച്ച് മാറ്റം കൊതിക്കുന്ന ഒരു ജനതയുടെ വികാരമാണ്. BJP എന്നാൽ വെറും വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയല്ല, മറിച്ച് വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വികസന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് ഇന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി എന്ന ലോകം ആദരിക്കുന്ന നേതാവിന്റെ വാഗ്ദാനങ്ങൾ അഥവാ മോദി ഗ്യാരണ്ടി എന്ന ആത്മവിശ്വാസം കേരളത്തിലെ ഓരോ വീട്ടിലും എത്തിക്കഴിഞ്ഞു. മോദി നൽകുന്ന ഉറപ്പുകൾ വെറും വാക്കുകളല്ലെന്നും അവ പ്രാവർത്തികമാക്കാനുള്ളതാണെന്നും മലയാളികൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഈ വിശ്വാസമാണ് കേരളത്തിന്റെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട ആവേശത്തിന് പിന്നിലെ രഹസ്യം. കേരളത്തിലെ BJPയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ കരുത്തുറ്റ നേതൃത്വത്തിന്റെ വലിയൊരു നിര തന്നെയുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കൾ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വലിയൊരു മാറ്റത്തിന് വഴിവെച്ചിരിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ ഭാഷയും സാങ്കേതിക വിദ്യയുടെ കരുത്തും ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളെ ജനപ്രിയരാക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന മുന്നേറ്റം കേവലം ഒരു മണ്ഡലത്തിലെ വിജയസാധ്യത മാത്രമല്ല, മറിച്ച് കേരളം മാറ്റത്തിന് സജ്ജമായി എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ്. ഈ അസാധാരണമായ മുന്നേറ്റം കണ്ട് വിറളി പിടിച്ചാണ് CPM-ഉം UDF-ഉം ഇപ്പോൾ ഒത്തുകളി ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. BJPയുടെ കരുത്ത് സഹിക്കാനാവാതെ തങ്ങളുടെ വോട്ട് ബാങ്ക് തകരുമെന്ന ഭീതിയിലാണ് അവർ ഡീൽ ആരോപണങ്ങൾ ഉയർത്തുന്നത്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത്രയും കാലം അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ അധികാരം പങ്കിട്ടത് ആരൊക്കെയാണെന്ന്. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ പ്രവർത്തിച്ച ഇടത് വലത് മുന്നണികൾക്ക് BJPയുടെ ജനപ്രീതി ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. അഴിമതിയും കള്ളക്കടത്തും മുഖമുദ്രയാക്കിയ സർക്കാരിനെതിരെ BJP ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തപ്പോഴാണ് അവർ ഇത്തരം വ്യാജ ആരോപണങ്ങൾ തടയാൻ നോക്കുന്നത്. വികസനം എന്ന അജണ്ടയിൽ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളെ കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു എന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയമാണ്. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ പിണറായി സർക്കാരും കോൺഗ്രസും നിർബന്ധിതരായിരിക്കുകയാണ്. ഇത്രയും കാലം വർഗീയതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പറഞ്ഞ് നടന്നിരുന്നവർ ഇന്ന് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പ്രതിരോധിക്കേണ്ടി വരുന്നത് BJPയുടെ വിജയമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വന്തം പേരിലാക്കാൻ ശ്രമിച്ച സംസ്ഥാന സർക്കാരിന്റെ കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ നാം കണ്ട മറ്റൊരു വലിയ മാറ്റം സ്ത്രീകളുടെ സജീവ സാന്നിധ്യമാണ്. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം മഹിളകൾ BJPയുടെ പ്രചാരണ രംഗത്ത് സജീവമായി. കുടുംബശ്രീയും മറ്റും കൂട്ടായ്മകളും വഴി സാധാരണക്കാരായ വീട്ടമ്മമാർ BJPക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു. ഞാൻ BJP ആണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഓരോ മലയാളിയും ഇന്ന് ധൈര്യം കാണിക്കുന്നു. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ, നേമം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ ഓരോ കോണിലും BJP എന്ന വികാരം ആളിപ്പടരുകയാണ്. മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ BJPയിലേക്ക് വരുന്നത് കേരളം മാറുന്നു എന്നതിന്റെ വലിയ തെളിവാണ്. MLA-മാരും മുൻ MLA-മാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരുന്നവരും ഇന്ന് BJPയുടെ ഭാഗമായിരിക്കുന്നു. ഇത് അധികാരത്തോടുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കൈവരിക്കുന്ന കുതിപ്പിൽ കേരളത്തെയും പങ്കാളിയാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. 2020 പോലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ NDAയുമായി സഹകരിക്കുന്നത് BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ BJPയോടുള്ള സമീപനത്തിൽ വന്ന മാറ്റം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നു. മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജാതിയോ മതമോ നോക്കാതെ എല്ലാവരിലും എത്തുന്നു എന്ന യാഥാർത്ഥ്യം അവരെ BJPയോട് അടുപ്പിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം തങ്ങളെ ഉപയോഗിച്ചവർക്ക് വോട്ടിലൂടെ തന്നെ മറുപടി നൽകാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ 80-ലേറെ മണ്ഡലങ്ങളിൽ BJP NDA സഖ്യം വിജയ പ്രതീക്ഷയിലാണ്. ഇത് വെറും ഒരു അവകാശവാദമല്ല, താഴെത്തട്ടിലെ പ്രവർത്തനം കൊണ്ട് കെട്ടിപ്പടുത്ത വിശ്വാസമാണ്. BJPക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്ന ചോദ്യം ഇന്ന് അപ്രസക്തമായിരിക്കുന്നു. കേരളം BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് വികസനത്തിനായുള്ള വോട്ടാണ്. ഇത് നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായുള്ള വോട്ടാണ്. ഇത് വരും തലമുറയുടെ ഭാവിക്കുള്ള വോട്ടാണ്. മാറ്റം ഉറപ്പാണ്. കേരളം ഇനി മോദിക്കൊപ്പം നീങ്ങും. ഭാരതത്തിന്റെ വികസന യാത്രയിൽ കേരളവും ഒരു അഭിമാന പങ്കാളിയാകാൻ പോകുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വിപ്ലവം തടയാൻ ഇനി ആർക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് താമര വിരിയുന്ന വിസ്മയമായിരിക്കും.
ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തമാശയാണ് BJPക്ക് എവിടെയോ ഡീലുണ്ടെന്നുള്ള ഇടത് വലത് മുന്നണികളുടെ ആരോപണം. സത്യത്തിൽ BJPയുടെ ഈ അമ്പരപ്പിക്കുന്ന മുന്നേറ്റം കണ്ട് വിറളി പിടിച്ച പിണറായി വിജയനും VD സതീശനും ഒരേപോലെ പടച്ചുവിട്ട ഒരു കള്ളക്കഥയാണിത്. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് ഇവർ കരുതുന്നത്. ഇത്രയും കാലം കേരളത്തിൽ നടന്നത് എന്തായിരുന്നു? പകൽ സമയം നിയമസഭയിൽ പരസ്പരം ചീത്ത വിളിക്കുകയും രാത്രിയായാൽ ഒരേ മേശയ്ക്കിരുന്ന അധികാരം പങ്കിടുകയും ചെയ്യുന്ന അവിശുദ്ധ കൂട്ടുകെട്ടല്ലേ നാം കണ്ടത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ CPMകാരെ വഴിവിട്ട് സഹായിക്കുന്നു, CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ ഡീൽ. ഈ ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ അന്തകനായി BJP അവതരിച്ചപ്പോൾ തങ്ങളുടെ അടിത്തറ ഇളകുന്നത് ഇവർ തിരിച്ചറിഞ്ഞു. ആ ഭയത്തിൽ നിന്നാണ് BJP ഡീൽ എന്ന വ്യാജ ആരോപണം ജനിക്കുന്നത്. നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതാവിന്റെ കീഴിൽ BJP വളരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഉറക്കമില്ലാതായി. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള പ്രഗത്ഭർ വരുമ്പോൾ തങ്ങളുടെ കാലഹരണപ്പെട്ട രാഷ്ട്രീയം വിലപ്പോകില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മാത്രമാണ് BJPയുടെ വോട്ട് കൂടുമ്പോൾ അതിനെ ഡീൽ എന്ന് വിളിച്ച് ഇവർ ജനങ്ങളെ പരിഹസിക്കുന്നത്. ഡൽഹിയിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്നവർ കേരളത്തിൽ വരുമ്പോൾ ഗുസ്തി പിടിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനല്ലേ? ആ കള്ളക്കളി BJP പൊളിച്ചടുക്കി. BJPക്ക് ആരോടും ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഡീൽ കേരളത്തിലെ ജനങ്ങളോടാണ്, ഈ നാടിന്റെ വികസനത്തോടാണ്. മോദി ഗ്യാരണ്ടി നൽകുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനാണ്. CPMഉം കോൺഗ്രസും ഒരേ സ്വരത്തിൽ BJPയെ ആക്രമിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം BJPയുടെ വളർച്ച അവരെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്ന്. വോട്ട് ബാങ്ക് ചോർന്നു പോകാതിരിക്കാൻ അവർ പടച്ചുവിടുന്ന ഈ പുകമറകൾക്ക് ഇനി ആയുസില്ല. BJPയുടെ ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണിത്. ഈ മുന്നേറ്റം സഹിക്കാൻ കഴിയാതെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേരളം പുച്ഛിച്ചു തള്ളും. ഇന്ന് കേരളം ചർച്ച ചെയ്തത് പഴയകാലത്തെ ജാതിമത സമവാക്യങ്ങളല്ല, മറിച്ച് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ലോകം മുഴുവൻ കുതിച്ചു പായുമ്പോൾ കേരളം മാത്രം എന്തിന് പിന്നാക്കം നിൽക്കണം എന്ന ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇവിടുത്തെ പരമ്പരാഗത മുന്നണികൾ. ജനങ്ങൾക്ക് ഇന്ന് വേണ്ടത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് കൺമുന്നിൽ കാണുന്ന വികസനമാണ്. അത് ആര് വന്നാലാണ് കിട്ടുക എന്നത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസന പദ്ധതികൾ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ BJP ഇന്ന് സജ്ജമാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആഗോളതലത്തിൽ കഴിവ് തെളിയിച്ച വികസന നായകർ നമുക്കായി മുന്നിൽ നിൽക്കുമ്പോൾ മാറ്റം ദൂരെയല്ലെന്ന് ജനങ്ങൾക്കറിയാം. IT മേഖലയിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിലായാലും കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയെ തടഞ്ഞു നിർത്താൻ നോക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് എതിരാളികളെ വിറളി പിടിപ്പിക്കുന്നത്. BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഉടനെ അവർ ഡീൽ എന്ന ആരോപണവുമായി വരികയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് BJPയും ജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ്, അല്ലാതെ അണിയറയിലെ ഒത്തുകളികളല്ല. കാലഹരണപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് BJPയുടെ കുതിപ്പിനെ തടയാമെന്ന് ആരും മോഹിക്കേണ്ട. CPMഉം UDFഉം ഭയപ്പെടുന്നത് BJP അല്ല, മറിച്ച് ജനങ്ങൾക്കുണ്ടായ ഈ പുതിയ ബോധത്തെയാണ്. തങ്ങളെ ഇത്രയും കാലം പറ്റിച്ചവർക്ക് ഇനി വോട്ട് നൽകില്ലെന്നും നാടിനെ രക്ഷിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്നുള്ള ആ നിശ്ചയദാർഢ്യത്തെയാണ് അവർ ഭയക്കുന്നത്. വികസനം എന്നാൽ അത് BJPയാണ്, അത് നരേന്ദ്രമോദിയാണെന്ന് കേരളം ഉറപ്പിച്ചു കഴിഞ്ഞു. ആരോപണങ്ങൾ ഒരു വശത്ത് നടക്കട്ടെ, പക്ഷേ വികസനത്തിന്റെ ഈ മഹാപ്രവാഹം കേരളത്തിന്റെ തീരങ്ങളിൽ അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറ്റം ഉറപ്പാണ്. ആ മാറ്റം വരാനിരിക്കുന്ന തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് കേവലം ഒരു MP തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് കേരളത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. പതിറ്റാണ്ടുകളായി നമ്മളെ ഇരുട്ടിൽ നിർത്തിയവർക്കും വികസനത്തിന് തുരങ്കം വെച്ചവർക്കും ജനങ്ങൾ നൽകുന്ന അവസാന താക്കീതാണിത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.